അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന നമ്മുടെ അടിപൊളി ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയ 3 കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അല്ലെ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഫ്രീക്വൻസി പോളിഗൺ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി എക്സാമിന് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഫ്രീക്വൻസി പോളിഗൺ. സിമ്പിൾ ആണ് അല്ലെ, ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാനൊക്കെ ഭയങ്കര സിമ്പിൾ ആണ്. പക്ഷെ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് 100% നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് കിട്ടണം. ഒരു ചോദ്യം പോലും നമ്മുടെ ശ്രദ്ധ കുറവ് കൊണ്ട് തെറ്റിപ്പോവുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. അതിനുവേണ്ടി എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് മിസ് പറഞ്ഞുതരാം. അതിലൊരു ചോദ്യം വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഇവിടെ നോക്കിയിടാ, ഇവിടെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കാണാം. The runs scored by 2 teams A and team B on first 60 balls in a cricket match are given below. Represent the data of both the teams on the same graph by frequency polygon. അതായത് ഇവിടെ തന്നിരിക്കുന്ന ഈ ടേബിൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ വേണ്ടി പോവാണ്. നമുക്കറിയാം ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ 2 വഴികളുണ്ട്. ഒന്ന് ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്തിട്ട് വരയ്ക്കാം, 2 ഹിസ്റ്റോഗ്രാം ഇല്ലാതെയും വരയ്ക്കാം. അപ്പം ഈ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എങ്ങനെയാണ് ഹിസ്റ്റോഗ്രാം വരയ്ക്കുക എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ഹിസ്റ്റോഗ്രാം ഇല്ലാതെ എങ്ങനെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാം. അപ്പൊ മക്കളെ, ഹിസ്റ്റോഗ്രാം ഇല്ലാതെ ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരാളുടെ ആവശ്യമുണ്ട്. അതാണ് ക്ലാസ് മാർക്ക്. ക്ലാസ് മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഹിസ്റ്റോഗ്രാം ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ക്ലാസ് മാർക്ക് എങ്ങനെയാ കാണുക? ക്ലാസ് മാർക്ക് കാണാനുള്ള ഇക്വേഷൻ ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ക്ലാസ് മാർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലാസ് മാർക്ക് എന്തായിരുന്നു? അപ്പർ ലിമിറ്റ് അല്ലേ, അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ക്ലാസ് മാർക്ക് കിട്ടുന്നത്. അതായത് ഓരോ ക്ലാസ് ഇന്റർവെല്ലിന്റെയും അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. അപ്പൊ എന്ത് വരും? 7/2. അതായത് എത്ര വരൂടാ? 3.5. അപ്പൊ നമുക്ക് ഇവിടെ ക്ലാസ് മാർക്ക് 3.5 കിട്ടും. അടുത്തതോ 12 + 7 ഡിവൈഡഡ് ബൈ 2 എത്ര വരും? 19 ഡിവൈഡഡ് ബൈ 2 എത്രയാ? 9.5 എന്ന് വരും. യെസ്, റെഡി? അപ്പൊ ഇങ്ങനെയാണ് ക്ലാസ് മാർക്ക് കാണുക, അത് നമുക്കറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമുണ്ട്. ആർക്കെങ്കിലും അറിയോ എന്താണ് നമ്മൾ ഇവിടെ ശ്രദ്ധിക്കാതെ പോയതെന്ന്? ഈ ക്ലാസ് മാർക്ക് വരയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഹിസ്റ്റോഗ്രാം വരയ്ക്കുമ്പോഴും ഫ്രീക്വൻസി പോളിഗൺ വരയ്ക്കുമ്പോഴും എപ്പോഴും നിങ്ങൾ ഒരു ചോദ്യം കിട്ടിയാൽ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ മാക്സിമം ആൻസർ തെറ്റിക്കാൻ വേണ്ടി കണ്ടിന്യൂസ് അല്ലാതെ നമുക്ക് തരും. പാവങ്ങളായ നമ്മൾ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആണ് എന്ന് തെറ്റിദ്ധരിച്ച് നമ്മൾ അത് ചെയ്യും. മൊത്തം ചെയ്തു കഴിയുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കുക? യെസ്, ഞാൻ ചെയ്തു, ഐ ഡിഡ് ഇറ്റ്, എനിക്ക് കറക്റ്റ് ആൻസർ കിട്ടി എന്നൊക്കെ നമ്മൾ വിചാരിക്കും. നമ്മൾ ആ മാർക്ക് കൂട്ടുകയും ചെയ്യും. പക്ഷെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ആൻസർ തെറ്റിപ്പോയിട്ടുണ്ടാവും. എന്തുകൊണ്ട്? ഇത് കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തില്ല. അപ്പൊ ഇവിടെ നോക്കിയേ, 1 to 6 ഇവിടെ 7ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിരുന്നു എങ്കിൽ ഇവിടെ 6 ആണെങ്കിൽ ഇവിടെയും 6 തന്നെ വന്നേനെ. റെഡി? ഇവിടെ 12 ആണെങ്കിൽ ഇവിടെയും 12 തന്നെ വന്നേനെ. ഇങ്ങനെ വന്നാൽ മാത്രമേ അത് കണ്ടിന്യൂസ് ആവുള്ളൂ. ഈ കാണിച്ചിരിക്കുന്നത് എന്തല്ല മക്കളെ? കണ്ടിന്യൂസ് അല്ല. കണ്ടിന്യൂസ് അല്ലാത്തത് കൊണ്ട് ഇതിനെ ആദ്യം കണ്ടിന്യൂസ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ക്ലാസ് മാർക്ക് ഇവിടെ നമ്മൾ പുതിയൊരു കോളം ആഡ് ചെയ്യണം. ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഈ ടേബിള് വരയ്ക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കേണ്ടത്. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ നമ്പർ ഓഫ് ബോൾസ് ഒന്നുകൂടി എഴുതുവാണ്. നമ്പർ ഓഫ് ബോൾസ് എന്ന് നമ്മൾ ഒന്നുകൂടി എഴുതിയിട്ട് ഈ ക്ലാസ് ഇവിടെയുള്ള ഈ ഒരു ക്ലാസ് ഇന്റർവെല്ലിനെ കണ്ടിന്യൂസ് ആക്കാൻ വേണ്ടി പോവാണ്. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കും, എങ്ങനെയാ മിസ്സേ കണ്ടിന്യൂസ് ആക്കുക? എങ്ങനെയാടാ കണ്ടിന്യൂസ് ആക്കുക? സിമ്പിൾ ആണ്. ഇവിടെ എത്രയാണ് നോക്കിയേ?
ഇവിടെ അവസാനിച്ചിരിക്കുന്നത് 6-ലാണ്, ഇവിടെ തുടങ്ങിയിരിക്കുന്നത് 7-ലാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? 7 - 6 ചെയ്യുക. എത്രയാണ്? 1. ഈ 1ന്റെ ഹാഫ്, 1നെ പകുതിയാക്കുക 0.5. 1നെ പകുതിയാക്കുക 0.5. ഇനിയാണ് ട്വിസ്റ്റ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് 0.5 മൈനസ് ചെയ്യുക, ഇതിൻ്റെ കൂടെ 0.5 ആഡ് ചെയ്യുക. എല്ലാത്തിനോടും ലോവർ ലിമിറ്റിന്റെ കൂടെ നിന്ന് 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിന്റെ കൂടെ 0.5 ആഡ് ചെയ്യുക. അതായത് നമുക്ക് തന്ന ക്ലാസ് ഇന്റർവെലിനെ നൈസാക്കി നമ്മൾ എന്ത് ചെയ്യാണ്? കണ്ടിന്യൂസ് ആക്കി മാറ്റുവാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്യുക. ഇവിടെ നോക്കിയേ, മൈനസ് ചെയ്താൽ 0.5 to 6.5. എന്ത് വരും? 0.5 to 6.5. അടുത്തതോ 7.5-ൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ 6.5 മുതൽ 12.5. 13-ൽ നിന്ന് 0.5 മൈനസ് ചെയ്താൽ 12.5 മുതൽ 18.5. ഇവിടെ പ്ലസ് 0.5 ചെയ്യണം. ലോവർ ലിമിറ്റിൽ നിന്ന് 0.5 മൈനസ് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ നിന്ന് 0.5 ആഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് മാറും. ഇവിടെ നോക്കിയാൽ നമ്മുടെ ഡാറ്റ കണ്ടിന്യൂസ് ആയില്ലേന്ന്. ഇത് മൊത്തമായിട്ട് നമുക്ക് ഇങ്ങനെ വരും. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്? ഒരു ഡാറ്റ കണ്ടിന്യൂസ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പർ ലിമിറ്റ്, ഇവിടുത്തെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അല്ലേ കണ്ടിന്യൂസ് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ രണ്ട് നമ്പേഴ്സ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നു, കിട്ടുന്നതിനെ പകുതിയാക്കുന്നു, അത് ലോവർ ലിമിറ്റിന്റെ കൂടെ മൈനസ് ചെയ്യുന്നു, അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. ലോവർ ലിമിറ്റിൽ നിന്നും മൈനസ് ചെയ്യുന്നു, അപ്പർ ലിമിറ്റിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഡാറ്റ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും. അപ്പൊ സംഭവം ശരിയായി, കളറായി, കണ്ടിന്യൂസ് ആയി. ഇനി എന്താ ചെയ്യണ്ടേ? ഹിസ്റ്റോഗ്രാം അല്ല നമ്മൾ വരയ്ക്കുന്നത്, ഫ്രീക്വൻസി പോളിഗൺ ആണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ക്ലാസ് മാർക്ക് കാണലായിരിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും ക്ലാസ് മാർക്ക്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് മാർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മറന്നു പോവരുത്, MCQയിലൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലാസ് മാർക്ക് എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ 2. ഇവിടെ അപ്പർ ലിമിറ്റ് എത്രയാണ്? 6.5. ലോവർ ലിമിറ്റ് എത്രയാണ്? 0.5 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വരും? 6.5 പ്ലസ് 0.5 എന്ന് പറഞ്ഞാൽ 7/2. അപ്പൊ എത്രയാണ് 7/2 എന്ന് പറഞ്ഞാൽ 3.5 എന്ന് വരും. അപ്പൊ ഇവിടെ 3.5. അടുത്തത് എന്ത് വരും? 6.5 പ്ലസ് 12.5 12.5 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര വരും? 0 7 8 9 19/2. അപ്പൊ എത്ര വരും? 9.5. ഇപ്പൊ നിങ്ങൾ ആലോചിക്കും ക്ലാസ് മാർക്കിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ മിസ്സേ. ഇല്ല, പക്ഷെ ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇത് വെച്ചായിരുന്നു വരച്ചതെങ്കിൽ ഡാറ്റ കണ്ടിന്യൂസ് ആവത്തില്ല. ഇങ്ങനെ വരച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഡാറ്റ കണ്ടിന്യൂസ് ആയി വരത്തുള്ളൂ. അപ്പൊ ഇത്രയും ചേഞ്ചസ് വരുത്തി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൃത്യമായിട്ട് ഗ്രാഫ് വരയ്ക്കാം. അവിടെ നമുക്ക് വേണ്ടത് ക്ലാസ് മാർക്കാണ്, പിന്നെയുള്ള ഫ്രീക്വൻസീസും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫ്രീക്വൻസി പോളിഗൺ വരച്ചാൽ ഇതേപോലെയുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഫ്രീക്വൻസി പോളിഗണിന്റെ കേസിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഹിസ്റ്റോഗ്രാമിന്റെ സമയത്ത് വേരിയിങ് വിഡ്ത്തുകൾ വരുന്ന സംഭവങ്ങളും വരും. അപ്പൊ ആ ഒരു കാര്യം കൂടി കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം നോക്കേണ്ടത് ഡാറ്റ കണ്ടിന്യൂസ് ആണോ നോക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡാറ്റ കണ്ടിന്യൂസ് ആക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വിഡ്ത്തുകൾ, ക്ലാസ് വിഡ്ത്ത് വേരിയിങ് ആണോ? ഇതാ ഇവിടെ നോക്കിയേ, 0 to 20 ഇതിന്റെയൊക്കെ ഓരോന്നിന്റെയും ക്ലാസ് വിഡ്ത്ത് നോക്കിക്കോ. 0 to 20യുടെ ക്ലാസ് വിഡ്ത്ത് 20 ആണ്. 20 to 30 10 ആണ്. 30 to 40 10 ആണ്. 40 to 50 10, 50 to 60 10, 60 to 70 10, 70 to 100 30 ആണ്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? വിഡ്ത്തുകൾ വാരി ചെയ്യുകയാണ്.
അപ്പൊ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. 1 കണ്ടിന്യൂസ് ആണോ നോക്കണം, 2 വിഡ്ത്തുകൾ വാരിയിങ് ആണോ നോക്കണം. വിഡ്ത്തുകൾ വാരിയിങ് ആണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അറിയാം. അത് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് പറയാം. ഇനി അറിയില്ലെങ്കിൽ മിസ് ചെയ്ത് അറിയില്ല എന്ന് പറയാ, നമുക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് മിസ് വരുന്നതാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്ലാസ് ഒക്കെ കാണുക, എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക, അടിപൊളിയായിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം മക്കളെ. So thank you dears, thank you so much, have a great day, bye bye.